ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഒരുപാട് വരും. അത് കാണാൻ നമുക്ക് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. എന്നാൽ വളരെ ഈസി ആയിട്ട് പെൻ ആൻഡ് പേപ്പർ ഉപയോഗിക്കാതെ തന്നെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എങ്ങനെ കണ്ടെത്താൻ പറ്റും നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഏജ് ഓഫ് എ ആൻഡ് ബി ആർ പ്രസന്റ്ലി ഇൻ ദ റേഷ്യോ 3:5. 9 years ago this ratio was 12:23. വാട്ട് ഇസ് ദ പെർസെന്റേജ് ഓഫ് എ? അതായത് എന്റെയും ബിന്റെയും ഇപ്പോഴത്തെ ഏജ് എന്ന് പറഞ്ഞാൽ 3:5 ആണ്. A:B 3:5 ആണ്. 9 വർഷം മുമ്പ് 12:23 ആയിരുന്നു. അപ്പൊ ഇപ്പോ എയുടെ വയസ്സ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ എയുടേതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്, പെർസെന്റേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. പെർസെന്റേജ് 3:5 ആണ് നമുക്ക് അറേഞ്ച് ചെയ്യും. ക്വസ്റ്റ്യൻ ആ പാർട്ട് മാത്രം എടുക്കുക. അപ്പൊ അവിടെ നമുക്കിപ്പോ 3:5 ആണെന്നാണല്ലോ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ 3 ആണ് എ എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് കിട്ടാനുള്ള ഏജ് എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിളിൽ വരുന്ന ഒരു സംഖ്യ ആയിരിക്കണം മസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാൽ തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. കുറെയൊക്കെ നമുക്ക് നോക്കാം. 49 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഇല്ല. 3ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താ? രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ അവിടെയുള്ള എല്ലാ അക്കങ്ങളും ആഡ് ചെയ്യുമ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. 4 + 9 13 ആണ്. 13 ഒരിക്കലും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ 27 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? യെസ്, പറ്റും. 33 പറ്റുമോ? പറ്റും. 55 പറ്റുമോ? ഇല്ല. ഇവിടെ 2 ഓപ്ഷൻ ഓൾറെഡി എലിമിനേഷൻ നടന്നു. ഇനി ബിയും സിയെ പോസിബിലിറ്റി ഉള്ളൂ. നമുക്ക് ഈ ക്വസ്റ്റിന് രണ്ടാമത്തെ പാർട്ട് നോക്കാം. 9 years ago this ratio was 12:23. 9 വർഷം മുമ്പ് 12 ആയിരുന്നു ഇവരുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ. അപ്പൊ 9 വർഷം മുമ്പുള്ള ഏജിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. 9 വർഷം മുമ്പുള്ള ഏജ് എന്ന് പറഞ്ഞാൽ എത്ര? 27 - 9 18 ആണ്. 18 12ന്റെ മൾട്ടിപ്പിൾ ആണോ? 12 കൊണ്ട് 18 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ബിയും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ സി മാത്രമേ ഉള്ളൂ. കറക്റ്റ് ആണോ നോക്കാം നമുക്ക്. സിനെ 9 കൊണ്ട് മൈനസ് ചെയ്യാം. 33 - 9 എത്ര? 24 ആണ്. 24 12ന്റെ മൾട്ടിപ്പിൾ പെട്ടതാണോ? ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 33 ആണ്. സോ ഇതാണ് നാം പറഞ്ഞത്, ഈസി ആയിട്ട് എലിമിനേഷൻ മെത്തേഡിലൂടെ തന്നെ ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. റിസ്കി ആയിട്ടുള്ള വേണ്ട, നമ്മളത് പഠിക്കാതെ എലിമിനേഷൻ മെത്തേഡിലൂടെ ഈസി ആയിട്ട് നമുക്ക് ഇത് കണ്ടെത്താം. അനദർ എക്സാമ്പിൾ: റെസ്പെക്റ്റീവ് റേഷ്യോ ഓഫ് എ മദർ ആൻഡ് ഡോട്ടർ ഈസ് 7:1. 4 years ago റെസ്പെക്റ്റീവ് റേഷ്യോ ഓഫ് their age was 19:1. വാട്ട് വിൽ ബി the mother's age 4 years from now? ഇവിടെ അമ്മയുടെയും മകളുടെയും ഏജ് എന്ന് പറഞ്ഞാൽ 7:1 ആണ്. 4 വർഷം മുമ്പ് അവരുടേത് 19:1 ആയിരുന്നു. ഇനി 4 വർഷം കഴിഞ്ഞാൽ, ഇവിടുന്ന് അങ്ങോട്ട് 4 വർഷം കഴിഞ്ഞാൽ എത്ര ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. 4 വർഷം കഴിഞ്ഞാലുള്ളതാണ് ആക്ച്വലി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതാണ് ഓപ്ഷനകത്ത് ഉണ്ടാവുക. നമ്മൾ എലിമിനേഷൻ ചെയ്യുമ്പോൾ ആരോഗ്യത്തിൽ പോകണം. ഇവിടെ മദറിന്റെ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 ആണ്. 4 വർഷം കഴിഞ്ഞാലുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ആൻസറിൽ ഉണ്ടാവുക 4 വർഷം കഴിഞ്ഞാലുള്ളതാണ് നമുക്ക് ഓപ്ഷനിൽ ഉണ്ടാവേണ്ടത്. അപ്പൊ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? 4 വർഷം മൈനസ് ചെയ്തുകൊണ്ട് അത് 7 കൊണ്ട് ഡിവിസിബിൾ ആണോ ഇല്ലെന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇവിടെ 42ന്റെ 4 കൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 38 7ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. സോ ഫസ്റ്റ് ആൻസർ തെറ്റാണ്. ദെൻ 38, ഇവിടെ 38 4 കുറച്ചാൽ ഇറ്റ് വിൽ ബി 34. അപ്പൊ അതും ക്രോസ് ചെയ്യാൻ പറ്റും. ദെൻ 46 4 കുറച്ചാൽ 42 ആണ് ആൻസർ കിട്ടുക. 42 ആക്ച്വലി 7ന്റെ മൾട്ടിപ്പിളിൽ പെട്ടതാണ്. ഇപ്പൊ നമുക്കൊരു പോസിബിലിറ്റി ഉണ്ട് ആൻസർ ശരിയാവാനുള്ള. ദെൻ 36 4 കുറച്ചാൽ 32 ആണ് വരിക. 32 7ന്റെ മൾട്ടിപ്പിൾ പെട്ടതല്ല. പ്രോസിറ്റ്. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? സി ആയിരിക്കും. ഇറ്റ്സ് വെരി ഈസി. Another example: average of A, B and C is 10 years less than age of C. If ratio of age of A, B, C is 3:4:5, then what is the sum of age of A and C? A and C യുടെ സം ആണ് ആക്ച്വലി ഇവിടെ ചോദിച്ചിട്ടുള്ളത്. A, B and C യുടെ റേഷ്യോ 3:4:5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ 3:4:5 ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് A, B and C. നമ്മൾ ചോദിച്ചത് എ ആൻഡ് സിയുടെ സം ആണ്. എ എത്ര? 3. സി എത്ര ആയിരിക്കും? 5. റേഷ്യോ ആണ്. എക്സാക്ട് ഏജ് അല്ലല്ലോ ഇവിടെ കൊടുത്തിട്ടില്ലേ, റേഷ്യോ ആണ്. അപ്പൊ 3 + 5 എത്ര? 8. അപ്പൊ 8 ആയിരിക്കും രണ്ടിന്റെയും സം റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോ 8ന്റെ മൾട്ടിപ്പിൾ വരുന്ന എന്തായാലും നിങ്ങൾ ആൻസർ നോക്കുക. 85 സി. 85 എന്തായാലും 8ന്റെ മൾട്ടിപ്പിൾ പെട്ടതല്ല, ഡിവിസിബിൾ അല്ല, ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. 78 പറ്റത്തില്ല. ദെൻ 80 72 പറ്റും. അപ്പൊ എയും ബിയും നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ആൻസർ ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് മറ്റൊരു പാർട്ട് കൂടി ഉണ്ട് ഈ ക്വസ്റ്റ്യനിൽ. ആവറേജ് ഓഫ് എ, ബി ആൻഡ് സി ഈസ് 10 years less than age of C. എ, ബി, സിയുടെ ആവറേജ് എന്ന് പറയുന്നത് സിയുടെ 10 years ലെസ് ആണെന്ന് പറഞ്ഞത്. സി ഇവിടെ 5 ആണ്. ദെൻ എ, ബി, സിയുടെ ആവറേജ് പറഞ്ഞാൽ എത്ര? 3, 4, 5 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള അടുത്തുള്ള 3 ടേം അല്ലേ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ആവറേജ് പറഞ്ഞത് സെൻട്രൽ മിഡിൽ ടേം ആയിരിക്കും. അത് 4 ആണ് ആവറേജ്. ഓക്കെ, ആവറേജ് എന്നുള്ളത് 4 ആണ്. സിയുടെ ഏജ് നിന്റെ റേഷ്യോ എന്നുള്ളത് 5 ആണ്. അപ്പൊ 4 to 5, 4ന്റെയും 5ന്റെയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 10 years ആണ് ഉദ്ദേശിച്ചത്. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ എത്ര പാർട്ട് ഉണ്ട്? ഒറ്റ പാർട്ടേ ഉള്ളൂ. ഒരു പാർട്ടിന് 10 years ആണ് നടക്കും. ഒരു പാർട്ടിന് 10 years ആണെങ്കിൽ ഇവിടെ 8 പാർട്സ് ആണ് ആക്ച്വലി നമുക്ക് ടോട്ടൽ വേണ്ടത്. കാരണം 3 + 5 8 ആണ്. ആസ് എ ആൻഡ് സി ആണ് നമ്മൾ ആഡ് ചെയ്തത്. അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര വേണ്ടി വരും? 80 പാർട്സ്. സോ ആൻസർ എന്താണ്? ഒരു പാർട്ട് ആണ് ഒരു ഇയർ ആയിട്ട് കണക്കാക്കുന്നത്. സോ 80 പാർട്സ് അല്ലെങ്കിൽ 80 years. അപ്പൊ എ ആണ് അതിന്റെ ആൻസർ. ഇറ്റ്സ് ആൾസോ വെരി സിമ്പിൾ. സോ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് കണ്ടെത്താൻ പറ്റും. പക്ഷേ യു ഹാവ് ടു റിപ്പീറ്റ് ആൻഡ് പ്രാക്ടീസ്. സോ വാച്ച് ദിസ് വീഡിയോ അഗൈൻ ആൻഡ് അഗൈൻ ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദി ക്വസ്റ്റ്യൻസ്. താങ്ക് യു.